തമിഴക വെற்றி കഴകം അധികാരത്തിൽ വരട്ടെ എന്ന് പറയുന്നു മുൻ മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ. ടി.വി.കെ സർക്കാർ രൂപീകരിക്കുന്നതിൽ ഡി.എം.കെ ബുദ്ധിമുട്ടുണ്ടാക്കില്ല. 6 മാസം സർക്കാർ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കും. ഡി.എം.കെയുടെ ക്ഷേമ പദ്ധതികൾ തുടരണമെന്ന് എം.കെ. സ്റ്റാലിൻ ടി.വി.കെയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡി.എം.കെ നിയുക്ത എം.എൽ.എമാരുടെ യോഗം ഇന്ന് വൈകിട്ട് ചേരും. ടി.വി.കെ നിയുക്ത എം.എൽ.എമാരുടെ യോഗം ഇന്ന് രാവിലെ ചേരുന്നുണ്ട്. അതേസമയം വിജയുടെ സുരക്ഷാ വാഹന വ്യൂഹം പിൻവലിച്ചു. പദവി ഏറ്റെടുക്കുന്നതിന് മുൻപ് സുരക്ഷാ വ്യൂഹം വേണ്ടെന്ന് വിജയ് അറിയിച്ചതിനെ തുടർന്നാണ് പോലീസിന്റെ തീരുമാനം. സുജിത് ചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. സുജിത്ത്, ഇന്നലെ ഈ പ്രശ്നങ്ങൾക്കിടയിൽ ഗവർണറെയൊക്കെ കണ്ട് പിന്നീടാണ് ഈ വിജയുടെ കോൺവോയ് പിൻവലിച്ചതായിട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നത്. ഇപ്പോൾ ടി.വി.കെയുടെ അവസ്ഥ എന്താണ്? ഈ കൂടുതൽ എം.എൽ.എമാരുടെ പിന്തുണ ഉറപ്പാക്കാൻ കഴിയുന്നുണ്ടോ? കേവല ഭൂരിപക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന രീതിയിലേക്ക് ചർച്ചകൾ എങ്ങനെ പുരോഗമിക്കുന്നു ടി.വി.കെയിൽ? ഒപ്പം തന്നെ എം.കെ. സ്റ്റാലിന്റെ പ്രതികരണം കേട്ടു. ആ വിവരങ്ങൾ കൂടി. സേതു, ശരിക്കും തമിഴ്നാട് രാഷ്ട്രീയം അത്യന്തം നാടകീയമായിട്ടുള്ള സംഭവ വികാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഭൂരിപക്ഷം പൂർണ്ണമായും, അതായത് കേവല ഭൂരിപക്ഷത്തിനുള്ള നമ്പർ തികച്ചുകൊണ്ടുള്ള കത്ത് നൽകിയാലല്ലാതെ സർക്കാർ രൂപീകരിക്കാനും സത്യപ്രതിജ്ഞയ്ക്കുമായി വിജയനെ ക്ഷണിക്കില്ല എന്ന് വ്യക്തമാക്കി. അതായത് നേരത്തെയുള്ള നടപടിക്രമങ്ങൾ, അതായത് നിലനിൽക്കുന്ന നടപടിക്രമങ്ങൾ ശരിക്കും അങ്ങനെയല്ല. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെ ഗവർണർ ക്ഷണിക്കാറാണ് പതിവ്. പക്ഷേ ഇവിടെ ആ പതിവ് തെറ്റുകയാണ്. സുപ്രീം കോടതി വിധികൾ ചിലതുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗവർണർ ഇപ്രകാരം പറയുന്നത്. നമുക്കറിയാമല്ലോ, 108 സീറ്റാണ് ടി.വി.കെക്കുള്ളത്. ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഒരു രാഷ്ട്രീയ ഗണിതം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് 5 സീറ്റുകൾ കൂടി 5 സീറ്റുകളുടെ പിന്തുണ നൽകിയിട്ടുണ്ട്. അങ്ങനെ 113 സീറ്റാകുന്നു. പക്ഷേ ഈ 118 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് ഇനിയും ടി.വി.കെക്ക് എത്താനായിട്ടില്ല. വി.സി.കെയുടെ നിലപാട് ഇതിൽ വളരെ നിർണായകമാണ്. വി.സി.കെ ഇന്ന് അത് സംബന്ധിച്ച് യോഗം ചേരുന്നുണ്ട്. ഇടത് കക്ഷികളുടെ പിന്തുണയും CPIM-ൻ്റെയും CPI-യുടെയും പിന്തുണയും വിജയ് തേടിയിട്ടുണ്ട്. അക്കാര്യത്തിലും ഒരു നിലപാടെടുത്തിട്ടില്ല. ഇടത് കക്ഷികളും ഇന്ന് യോഗം ചേരും. പ്രധാനമായും വി.സി.കെയുടെ പിന്തുണ നിർണായകമായ ഒരു സാഹചര്യമാണിത്. അതിനിടയിലാണ് വിജയുടെ കോൺവോയ് സുരക്ഷാ വാഹന വ്യൂഹം പിൻവലിച്ചതായിട്ടുള്ള വാർത്തകൾ വന്നത്. യഥാർത്ഥത്തിൽ പിൻവലിക്കുകയല്ല ഉണ്ടായത്. ഈ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ആയപ്പോൾ തന്നെ മുഖ്യമന്ത്രിക്ക് തത്തുല്യമായ വാഹന വ്യൂഹ സുരക്ഷ വിജയ്ക്ക് നൽകിയിരുന്നു. എന്നാൽ പദവി ഏറ്റെടുത്തതിന് ശേഷം മാത്രമേ അത്തരം സുരക്ഷാ സംവിധാനങ്ങൾ തനിക്ക് ആവശ്യമുള്ളൂ എന്ന് ടി.വി.കെ നേതൃത്വവും വിജയും അറിയിച്ചതിനെ തുടർന്നാണ് ഈ സുരക്ഷ പിൻവലിച്ചത്. അതേസമയം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വൈ കാറ്റഗറി സുരക്ഷ ഇപ്പോഴും ടി.വി.കെക്കുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നിർണായക നീക്കം ഉണ്ടായത് ഇപ്പോൾ സ്റ്റാലിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്. സ്റ്റാലിൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ടി.വി.കെയെ ഭരിക്കാൻ അനുവദിക്കണം. അവർക്ക് ആ ഒരു സ്വാഭാവിക നീതി കിട്ടേണ്ടത്, അവരാണ് ഭരിക്കേണ്ടത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ള നിലയിൽ. അതിൽ ഡി.എം.കെ തടസ്സം നിൽക്കില്ല. 6 മാസം സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കും. ഡി.എം.കെ സർക്കാർ തുടങ്ങിവെച്ച ക്ഷേമ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും പറയുന്നു. അതായത് ഒരുപക്ഷെ ഒരു വോട്ടെടുപ്പൊക്കെ വന്നാൽ വിട്ടുനിന്നാലും അധികാരത്തിലെത്താനാവുമല്ലോ ടി.വി.കെക്ക്. അത്തരത്തിലൊക്കെയും നീക്കം ഡി.എം.കെയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. മറ്റ് 2 സുപ്രധാന നീക്കങ്ങൾ, ഒന്ന് റിസോർട്ട് രാഷ്ട്രീയം വീണ്ടും തമിഴ്നാട്ടിൽ തുടങ്ങി എന്നുള്ളതാണ്. AIDMK അവരുടെ MLA-മാരെ ഇപ്പോൾ റിസോർട്ടുകളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പുതുച്ചേരിയിലുള്ള തൃശം എന്ന റിസോർട്ടിലേക്കാണ് 13 MLA-മാരെ ഇപ്പോൾ 15 MLA-മാരോളം ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ദിഷോർ തൃശം എന്ന റിസോർട്ടിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അതേപോലെ തന്നെ നേരത്തെ തന്നെ ഇന്നലെ ഈ ഒരു ചാക്കിൽ കയറ്റവും ചാക്കിൽപ്പെടുത്തവും ഒക്കെ ഉണ്ടാകുമെന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ തന്നെ വിജയ് ടി.വി.കെ MLA-മാരെ മഹാബലിപുരത്തുള്ള റിസോർട്ടിലേക്ക് മാറ്റിയിരുന്നു. ഇപ്പോൾ പനയൂരിലെ പാർട്ടി ആസ്ഥാനത്തേക്ക് അല്പസമയത്തിനുള്ളിൽ അവരെ കൊണ്ടുവരും. ഉച്ചയോടുകൂടി അവിടെ ടി.വി.കെ നിയുക്ത MLA-മാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ DMK ആസ്ഥാനമായ അണ്ണാ അറിവാലയത്തിൽ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് സ്റ്റാലിനും നിയുക്ത MLA-മാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ശരി, അപ്പം തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തിരക്കിട്ട നീക്കങ്ങൾ, നാടകീയ സംഭവങ്ങളൊക്കെ ഇപ്പോഴും അരങ്ങേറുന്നുണ്ട്. തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നു.